അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പൊറോട്ടയാണ്. നമ്മൾ ഡോമിനേഴ്സിനൊക്കെ മേടിക്കുന്ന ഗാർലിക് ബ്രെഡിൻ്റെ ഒക്കെ ഒരു ഫ്ലേവറുള്ള ഒരു പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഞാൻ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഞാൻ വലിയൊരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇത് 2 കപ്പോളം ഗോതമ്പ് പൊടിയാണ്. നമ്മൾ സാധാ ചപ്പാത്തി ഉണ്ടാക്കുന്ന ഗോതമ്പ് പൊടിയാണ്. അപ്പോൾ ഈ ഒരു മെഷറിംഗ് കപ്പിൽ 250 ml കപ്പിൽ 2 കപ്പോളം ഗോതമ്പ് പൊടി ഉണ്ടത് ഇതിലോട്ട് ആഡ് ചെയ്യുക. ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 കപ്പ് റവയാണ്, വറുത്തിട്ടൊന്നുമില്ല, സാധാ റവയാണ്. മെഷറിംഗ് കപ്പില്ലെങ്കിൽ ഏതെങ്കിലും ഒരു കപ്പ് സെറ്റ് ചെയ്തിട്ട് എല്ലാ മെഷർമെൻറ്റ്സും അതിൻ്റെ അക്കോർഡിംഗ് എടുത്താൽ മതി. ഇതിലോട്ട് 1 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. ഇതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഓയിൽ വേണമെങ്കിൽ ഓയിലും ചേർക്കാം, പക്ഷേ ഓയിൽ ചേർച്ചാൽ അത്ര ടേസ്റ്റി ആണ് കേട്ടോ നമുക്ക്. ഇപ്പോൾ ഏകദേശം 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് 1/3 കപ്പോളം പാലാണ്. ഇപ്പോൾ പാൽ ആഡ് ചെയ്ത നല്ലൊരു ടെക്സ്ചറും നല്ല ടേസ്റ്റിയും കേട്ടോ. അതിപ്പോൾ 1/3 കപ്പോളം ഇത് ചെറിയ ചൂടുണ്ട് കേട്ടോ. പാൽ പറ്റ തണുത്ത പാലല്ല, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റിയ ചൂടുള്ള പാലാണ്. ഇതിലോട്ട് ആഡ് ചെയ്യാം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തിൻ്റെ മാവ് വയ്ക്കില്ല, ആ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ 1 കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. സാധാ വെള്ളമാണ്, ചൂടൊന്നുമില്ല. ഇത് കുറേശ്ശെ ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ രൂപത്തിൽ കുഴച്ചെടുക്കണത്. അപ്പോൾ ആദ്യം തന്നെ ഒരുപാട് വെള്ളം ആഡ് ചെയ്യരുത്, കുറേശ്ശെ ആഡ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. അപ്പോൾ ഇതായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു, അതിന് ഇത്ര ബാക്കിയുള്ളൂ, 1/4 പോർഷനെ ബാക്കിയുള്ളൂ. ഒരു 3/4 കപ്പോളം വെള്ളം വേണ്ടി വന്നു എനിക്ക് ഒരു രൂപത്തിൽ കുഴച്ചെടുക്കാൻ. ഇനി ഇത് നമുക്ക് നന്നായി നീഡ് ചെയ്യണം. ഒരു 5 മിനിറ്റോളം ഇങ്ങനെ നന്നായി ഒന്ന് നമ്മൾ എത്രയാണ് നീഡ് ചെയ്തത്, എത്രയാണ് നമ്മളിത് കുഴക്കുന്നത് അത്രയും സോഫ്റ്റാവും നമ്മൾ പൊറോട്ട കേട്ടോ. അപ്പോൾ പൊറോട്ട നല്ല സോഫ്റ്റായി കിട്ടാൻ നന്നായി നീഡ് ചെയ്യുക. അപ്പോൾ 5 മിനിറ്റോളം നീഡ് ചെയ്ത് കുഴച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് മൈദ കൊണ്ട് വേണമെങ്കിലും ഇതേ രൂപത്തിൽ പൊറോട്ട ഉണ്ടാക്കാം കേട്ടോ. മൈദ കൊണ്ട് അല്ലെങ്കിൽ പകുതി എടുത്താലും മതി. 1/2 ഗോതമ്പ് 1/2 മൈദ. ഞാൻ 2 കപ്പ് ഗോതമ്പ് എടുത്ത സ്ഥാനത്ത് 1 കപ്പ് ഗോതമ്പ് 1 കപ്പ് മൈദയും എടുത്തുണ്ടാക്കാം. ഇത് അല്ലെങ്കിൽ 2 കപ്പ് മൈദ തന്നെ ഉണ്ടാക്കാം. അപ്പോൾ ഇത് നന്നായി നീഡ് ചെയ്തെടുത്തുകൊണ്ട് ഇത് നമുക്കൊരു വേറെ ബൗളിലോട്ട് മാറ്റാം. എന്നിട്ട് കുറച്ച് മേൽക്കൂടി വെള്ളം തടവി കൊടുക്കുക. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് റവ കൂട്ടിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഹാർഡാവും. മേൽക്കൂടി ഇത്തിരി വെള്ളം തടവിങ്ങാണ്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 മിനിറ്റോളം ഇത് മൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഈ പൊറോട്ടയ്ക്ക് നമുക്ക് സ്പ്രെഡ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ റെഡ് ചില്ലി ഫ്ലേക്സ്, 1 ടീസ്പൂൺ ഒറിഗാനോ ഇല്ലെങ്കിൽ പിസ്സ സീസണിങ്ങോ ഗരം മസാല എന്തോ ആഡ് ചെയ്യാം. ഒരു 2 ടേബിൾ സ്പൂണോളം ചോപ്പ് ചെയ്ത വെളുത്തുള്ളിയാണ്, വളരെ ചെറിയ പീസാക്കി ചോപ്പ് എടുത്തതാണ്, ഇതിലോട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലോട്ട് ഈ ഒരു ഇല കേട്ടോ, നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളതാണ്, മല്ലിച്ചപ്പ് എന്താ പറയുക എനിക്ക് അറിഞ്ഞൂടെ. ഈ ഒരു ഇല ഇത് കുഞ്ഞ് പീസായിട്ട് കട്ട് ചെയ്തിടുന്നുണ്ട്. ഇനിയിപ്പോൾ മല്ലിയില നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുമല്ലോ മല്ലിയില, അതുണ്ടെങ്കിൽ ബിരിയാണിയിലൊക്കെ ഇടണം, അതുണ്ടെങ്കിൽ അത് ആഡ് ചെയ്താലും മതി. അപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ, അത് ഓപ്ഷണലാണ്. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഇതിൻ്റെ ഫ്ലേവർ, അപ്പോൾ അതുകൊണ്ട് ഞാൻ ആഡ് ചെയ്യണം. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യുക. ഇതൊന്ന് മാറ്റി വയ്ക്കും. ഇപ്പോൾ ഒരു 20 മിനിറ്റോളമായി ഞാനിത് മൂടി വെച്ചിട്ട് ഇതൊന്നും കൂടി ഒന്ന് നമുക്ക് നീഡ് ചെയ്യാം. ഇപ്പോൾ നല്ല സോഫ്റ്റായിട്ടുണ്ട് ഇത് നമുക്ക് ബോൾസാക്കി ഒരു പൊറോട്ടേൻ്റെ സൈസ്, പൊറോട്ട ഉണ്ടാക്കുമ്പോൾ നമ്മൾ എടുക്കുമല്ലോ ബോൾസ്, ആ ഒരു വലുപ്പത്തിൽ ബോൾസാക്കി എടുക്കണം. ഒരു 6-7 ഭാഗത്ത് ഡിവൈഡ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഡിവൈഡ് ആക്കി എടുത്തിട്ട് എനിക്ക് ഈ ഒരു സൈസിൽ ഒരു 7 ബോൾ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് പരത്തിയെടുക്കണം. കുറച്ച്
ഡസ്റ്റ് ചെയ്യാം. ഗോതമ്പ് പൊടിയിൽ തന്നെ ഡസ്റ്റ് ചെയ്തിട്ട് കയ്യിൽ കുറച്ച് ഗോതമ്പ് പൊടിയിൽ ഡസ്റ്റ് ചെയ്തിട്ട് കയ്യിൽ നന്നായി ഒന്ന് ഉരുട്ടിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒരുപാട് കട്ടി കുറഞ്ഞിട്ടുമല്ല, ഒരുപാട് കട്ടിയിലല്ലാത്ത രീതിയിൽ പരത്തിയെടുക്കണം. അപ്പോൾ ഒരുപാട് കട്ടി കുറയൊന്നും വേണ്ട കേട്ടോ. ഈ ഒരു കട്ടിയിൽ ഈ ഒരു തിക്നെസ്സിൽ എല്ലാ ബോൾസും നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ 6-7 ഞാൻ പരത്തിയിട്ടുണ്ട് കേട്ടോ എല്ലാം. പിന്നെ ഇത് ഒന്നിൻ്റെ മേലെ ഒന്നിടുമ്പോൾ കുറച്ച് പൊടി തടവിടും കേട്ടോ, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും തമ്മിൽ. ഇനി ഒന്നെടുത്തുണ്ട്, ഇനി ഒന്നെടുക്കുക. ഒന്നിന്മേൽ നമ്മൾ ഉണ്ടാക്കി വെച്ച സ്പ്രെഡില്ലേ, നെയ്യ് ഒക്കെ ചേർത്ത് ഇതിന് അപ്ലൈ ചെയ്യുക. ഇതിൻ്റെ മേൽ കൂടെ അടുത്ത ലെയർ വെക്കുക. ഇപ്പോൾ എക്സാക്റ്റ് ഒരേ വലിപ്പമാണെന്നൊന്നുമില്ല, ഇത് നമ്മളിനി ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യാം. ഇതിൻ്റെ മേലെ സെയിം മസാല സ്പ്രെഡ് ചെയ്യാം. അടുത്ത ലെയർ. അപ്പോൾ ഇതേ രീതിയിൽ എല്ലാം നമ്മൾ 7 ലെയേഴ്സും കംപ്ലീറ്റ് ആയിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കുക. ഇത് ലാസ്റ്റ് ലെയറാണ്. ഇതും വയ്ക്കുക. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യട്ടെ, എല്ലാ ഭാഗവും ഒന്ന് പ്രസ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ മേലെ സ്പ്രെഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ എല്ലാം സ്പ്രെഡ് ചെയ്തു. ഇനി നമുക്കിത് ഒരറ്റത്ത് നിന്ന് ഇങ്ങോട്ട് റോൾ ചെയ്യണം. കുറച്ച് ടൈറ്റായിട്ട് വേണം റോൾ ചെയ്യാൻ. കുറച്ച് സ്ട്രെച്ച് ചെയ്തോളൂ കേട്ടോ. റോൾ ചെയ്യുമ്പോൾ സ്ട്രെച്ച് ചെയ്ത് കുറച്ച് ടൈറ്റിൽ. ഇനി ഇത് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് ഒരു പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിലാണ് വേണ്ടത് അത്രയും സൈസിൽ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് കയ്യിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ആക്കാം. അങ്ങനെ ലെയേഴ്സിൽ ഒരുപാട് അമർത്തരുത്. ജസ്റ്റ് അങ്ങനെ ട്വിസ്റ്റ് ചെയ്തൊന്ന് അമർത്തി ഒരു ഷേപ്പ് ആക്കി എടുക്കുക. കണ്ടിട്ട് ലെയേഴ്സ് കാണുന്നുണ്ട്. ഇതേ രീതിയിൽ എല്ലാം ഒന്ന് ചെയ്തെടുക്കുക. അപ്പോൾ എല്ലാം ഞാനങ്ങനെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി പരത്തണം. അപ്പോൾ ഒരുപാട് ഫോഴ്സ് കൊടുത്ത് പരത്തരുത്, പതുക്കെ വേണം കേട്ടോ പരത്തെടുക്കാൻ. ഒരു ഇതെടുക്കുക, എന്നിട്ട് നമുക്ക് റൈറ്റ് ഹാൻഡിൽ പരത്തണം. ഒരുപാട് അമർത്തി പരത്തരുത്, അപ്പോൾ ഇതിൻ്റെ ലെയേഴ്സൊക്കെ പോകും. റൈറ്റ് ഹാൻഡിൽ സോഫ്റ്റായിട്ടൊന്ന് പരത്തിയെടുക്കുക. ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് കട്ടി കുറയണ്ട. ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിപ്പോൾ ചൂടായിട്ട് ഇതിലോട്ട് കുറച്ച് നെയ്യ്, ഓയിലാണെങ്കിൽ ഓയിൽ യൂസ് ചെയ്താലും മതി. നെയ്യിലാകുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ കുറച്ച് നെയ്യാക്കാം. എന്നിട്ട് നമ്മൾ പരത്തി വെച്ച പൊറോട്ട ഇതിലോട്ട് ഈ പൊറോട്ട നെയ്യാക്കിയാൽ 2 ഭാഗം നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് വേവിച്ചെടുക്കണം. തിരിച്ച് മറിച്ചിട്ടൊരു ഗോൾഡൻ ഷെയ്ഡാവുന്ന വരെ ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ലെയറായി കിട്ടിയിട്ടുണ്ട്. ഇതേ രീതിയിൽ എല്ലാ പൊറോട്ടയും നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതായിട്ട് ഞാൻ എല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. നല്ല ലെയറായി കിട്ടിയിട്ടുണ്ട്. നല്ല ലെയറായിട്ടുള്ള പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് കറീൻ്റെ ഒന്നും ആവശ്യമില്ല, അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. ചൂടോടെ കഴിക്കുമ്പോൾ പ്രത്യേകിച്ചും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊറോട്ടയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ ഇതിൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം ഒന്നമർത്തുക. ഇതിന് ലെയേഴ്സൊക്കെ നല്ല ലെയറായി കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല ലെയറായി കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ടയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും. താങ്ക്സ് ഫോർ വാച്ചിങ്.